അനീഷ്, പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണല്ലോ, എന്താണ് വിവരങ്ങൾ? ഞാൻ ഇതിന്റെ ഇപ്പുറത്താ, അവിടുന്ന് കടക്കാം. ഇനിയിപ്പുറത്താണ് പാട്ടും കൂട്ടും ഇങ്ങോട്ട് വന്നാ പിന്നെ വരാം നിൽക്കും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർവകലാശാല ക്യാമ്പസിൽ തുടരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പുറത്ത് വലിയ പ്രതിഷേധം ആണ് ഇപ്പോൾ എസ്എഫ്ഐയുടെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. വിശദാംശങ്ങളുമായി MS അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ്, ഈ ചടങ്ങ് സുഗമമായി പുരോഗമിക്കുന്നു എന്നാണല്ലോ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചടങ്ങ് കൃത്യമായി എവിടെയാണ് നടക്കുന്നത്? എവിടെയാണ് എസ്എഫ്ഐയുടെ പ്രതിഷേധം? അഭിലാഷ് ഗസ്റ്റ് ഹൗസിന് തൊട്ടടുത്തുള്ള സെമിനാർ കോംപ്ലക്സിലാണ് ഇപ്പോൾ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ചടങ്ങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുവരെ ചടങ്ങിൽ പ്രത്യേകിച്ചൊരു അലോസരം ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ മറുവശത്ത് പ്രവർത്തകർ ഈ സെമിനാർ ഹാൾ ഈ ക്യാമ്പസിനകത്ത് തന്നെയാണോ അനീഷ്? സെമിനാർ ഹാൾ ക്യാമ്പസിനകത്ത് തന്നെയാണ്. നിലവിൽ ഗവർണർ തങ്ങുന്ന ഗസ്റ്റ് ഹൗസിൽ നിന്നും ഏതാണ്ട് 50 മീറ്റർ മാത്രം ദൂരെയുള്ള, അല്ലെങ്കിൽ വളരെ അടുത്ത് നടക്കാൻ പറ്റുന്ന ദൂരം മാത്രമുള്ള അടുത്താണ് ആ സെമിനാർ ഹാൾ ഉള്ളത്. അത് വളരെ അടുത്തുള്ള സ്ഥലം തന്നെയാണ്. ഒരു ദൂരേക്ക് പോകേണ്ട. അവിടെ നിന്നും ഏതാണ്ട് 200 മീറ്റർ മാറിയാണ് പരീക്ഷാ ഭവൻ. ആ പരീക്ഷാ ഭവന് അടുത്താണ് ബാരിക്കേഡുകൾ സ്ഥാപിച്ച് ഈ വിദ്യാർത്ഥികളെ പോലീസ് തടഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി തന്നെ മുദ്രാവാക്യ മുഴുവനുമായി ഇവർ നിർത്തിറപ്പിച്ചിരിക്കുകയാണ്. തൊട്ടു മുമ്പ് ഇപ്പോൾ വീണ്ടും ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇപ്പോൾ മുദ്രാവാക്യം നടത്തുന്നതിന് തൊട്ടു മുമ്പ് പാട്ടുകളും മറ്റും പാടിയൊക്കെയാണ് അവർ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ പെട്ടെന്ന് ആ പാട്ടുകൾ മാറി കടുത്ത മുദ്രാവാക്യ വിളികളിലേക്ക് നീങ്ങുകയും കുറച്ച് അധികം പ്രവർത്തകർ പുറത്തേക്ക് ബാരിക്കേഡുകൾ ഭേദിച്ച് പെൺകുട്ടികളടക്കമുള്ളവർ പുറത്തേക്ക് ചാടുകയുമായിരുന്നു. അവർ ഈ പോലീസിന്റെ വലയം ഭേദിച്ച് മുന്നോട്ട് പോകുന്നതിനുള്ള നീക്കം നടത്തിയെങ്കിലും പോലീസ് അവരുടെ പുറകെ പോയി പിടികൂടി ഈ വാഹനത്തിന് മുന്നിലേക്ക് മാറ്റുകയായിരുന്നു. ഒരു വശത്ത് ഈ വലിയ ഉയർന്ന കെട്ടിടങ്ങളുടെ മുകളിലും മറ്റുമൊക്കെ പോലും കുട്ടികൾ ഈ ബാനറുകളും ഉയർത്തി നിൽക്കുന്നുണ്ട്. ക്യാൻറ്റീന് സമീപം, ഈ സെമിനാർ കോംപ്ലക്സിനോട് അടുത്ത ക്യാൻറ്റീന് സമീപവും കുറച്ച് വിദ്യാർത്ഥികൾ അവിടെ കാട് വഴി അകത്തേക്ക് ചാടാനുള്ള ഒരു നീക്കം നടത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ പര്യാപ്തമായ എല്ലാ ഇടങ്ങളിലൂടെയും ഈ കെട്ടിടത്തിനുള്ളിലേക്ക് കടത്താൻ, ഈ സെമിനാർ കോംപ്ലക്സിനുള്ളിലേക്ക് എത്താൻ, തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്താൻ, കാര്യം കൂടി ഉയർത്തിക്കാട്ടാൻ ഉള്ള ശ്രമം SFI പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും. ഒരുപക്ഷെ
ഈ സെമിനാർ ഹാളിൽ നടക്കുന്ന ചടങ്ങ് അതിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്കൊക്കെ നീങ്ങുമ്പോൾ ഈ വലയം ഭേദിച്ച് വിദ്യാർത്ഥികൾ അവിടേക്ക് ഓടി ചെല്ലാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുന്ന എന്തായാലും വലിയ പോലീസ് സന്നാഹമാണ്. 2000-ലധികം വരുന്ന പോലീസുകാരെയാണ് ഈ ക്യാമ്പസിന്റെ വിവിധയിടങ്ങളിലായി വിഭജിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും പരീക്ഷ കേന്ദ്രം, ഒപ്പം മറുവശത്തുള്ള ഗസ്റ്റ് ഹൗസ്, അതിനപ്പുറമുള്ള സെമിനാർ കോംപ്ലക്സ്, പ്രവേശന കവാടം എന്നിങ്ങനെ എല്ലാ ഇടങ്ങളിലും പോലീസിന്റെ വലിയ സന്നാഹം തന്നെ നിലനിർത്തിച്ചിരിക്കുന്നു. എത്ര കുട്ടികൾ ഈ വലയം ഭേദിച്ച് കടന്നാലും അവർക്ക് മുന്നോട്ട് പോയി ഗസ്റ്റ് ഹൗസിലേക്കോ അല്ലെങ്കിൽ ഈ സെമിനാർ കോംപ്ലക്സിലേക്ക് എത്താൻ കഴിയില്ല എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. എന്നാൽ അതും മുന്നോട്ട് SFIക്കാർ പോകുമോ എന്നതാണ് കണ്ടറിഞ്ഞ് കാണേണ്ടത്. കാരണം ഇവിടെ നിന്ന് ഏതാണ്ട് 200 മീറ്റർ ദൂരം പോകേണ്ടതുണ്ട്. ആദ്യ വലയം പോലീസിന്റെ ഭേദിച്ചാലും പോലീസിന്റെ വാഹനങ്ങളൊക്കെ അടക്കം സൂക്ഷിച്ചിരിക്കുന്ന രണ്ടാമതൊരിടമുണ്ട്, അവിടെ പോലീസിന്റെ വലയമുണ്ട്. അതും ഭേദിച്ച് മറികടന്നാൽ പിന്നീട് ഗസ്റ്റ് ഹൗസിന് സമീപവും വലിയൊരു സുരക്ഷാ സന്നാഹം ഒരുക്കിയിരുന്നു. അതും മറികടന്നു പോയാൽ സെമിനാർ കോംപ്ലക്സിന് സമീപമുണ്ട്. അത്തരത്തിൽ 4-5 തലത്തിലെ പ്രതിബന്ധങ്ങൾ കടന്നു വേണം വിദ്യാർത്ഥികൾക്ക് അവിടെ എത്താൻ. അത് ഏതാണ്ട് അസാധ്യമായ ഒരു ദൗത്യമെന്ന് മാത്രമേ അല്ലെങ്കിൽ അസാധ്യമായ ഒരു കൃത്യമെന്ന് മാത്രമേ വിശേഷിപ്പിക്കാൻ കഴിയൂ. ആദ്യഘട്ടത്തിൽ ഈ ബാരിക്കേഡിന് സമീപം വനിതാ പോലീസുകാരും പുരുഷ പോലീസുകാരും അടക്കമുള്ളവരുണ്ട്. അത് കഴിഞ്ഞ് പുറത്തേക്ക് പോയാൽ വീണ്ടും ഈ ഇത്തരത്തിലൊരു ലെയറാണ്. ഇതും കഴിഞ്ഞു പോയാൽ റാപ്പിഡ് റെസ്പോൺസ് ടീം നിർപ്പിച്ചിരിക്കുന്നു. അങ്ങനെ എല്ലാ തലത്തിലെയും പ്രതിബന്ധങ്ങൾ മറികടന്ന് വേണം ഇവർക്ക് ആ സെമിനാർ ഹാളിലേക്ക് എത്താൻ. അത് ഈ ഘട്ടത്തിൽ ഏതാണ്ട് അസാധ്യമെന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷേ വളരെ അധികം വിദ്യാർത്ഥികളുണ്ട്. അകത്തായി ഈ അറസ്റ്റ് ഭരിച്ച് അകത്തേക്ക് പോയ വിദ്യാർത്ഥികളുടെ 5 വിദ്യാർത്ഥികൾ ഇപ്പോൾ ഇവിടെ നിലനിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത്രയധികം വിദ്യാർത്ഥികൾ ഒന്നിച്ചൊരു ശ്രമം നടത്തിയാൽ അതിൽ കുറച്ച് വിദ്യാർത്ഥികൾക്കെങ്കിലും ഒരുപക്ഷെ സെമിനാർ കോംപ്ലക്സിലേക്ക് എത്തിപ്പെടാൻ കഴിയുമോ എന്നതാണ് ഈ കാത്തിരുന്ന് കാണേണ്ടത്. പക്ഷേ ഒരുപക്ഷെ ഇന്നത്തെ സെമിനാർ കോംപ്ലക്സിലേക്കോ ഗസ്റ്റ് ഹൗസിലേക്കോ പോകാനുള്ള ബോധപൂർവമായ ഒരു നീക്കം SFI നടത്തുമോ എന്ന കാര്യവും നമുക്കറിയില്ല. എന്തായാലും പ്രതിഷേധം വീണ്ടും കരത്തിരിക്കുന്നു. ഏതു നിമിഷവും പ്രതിബന്ധം മറികടന്ന് ആ ഭാഗത്തേക്ക് വിദ്യാർത്ഥികൾ പോകാനുള്ള സാധ്യതയുണ്ട്. SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീയെ നേരത്തെ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ ഒരു പറ്റം പ്രവർത്തകരുമായി ബാരിക്കേഡുകൾ ഭേദിച്ച് പുറത്തേക്ക് കടക്കാൻ പോയപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത സ്ഥലത്ത് നീക്കിയിരുന്നു. സംസ്ഥാന സെക്രട്ടറി ആർഷയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ മുദ്രാവാക്യം വിളികളുമായി ബാരിക്കേഡിന് സമീപം നിലയുറപ്പിച്ചിരിക്കുന്നത്. വലിയ പ്രതിഷേധമാണ് SFIയുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നത്. അതേസമയം ഗവർണർ സെമിനാറിൽ പങ്കെടുക്കുകയും അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് ചുറ്റും കൃത്യമായ സുരക്ഷാ വലയം പോലീസ് ഒരുക്കിയിട്ടുണ്ട്. ക്യാമ്പസിന്റെ ഗേറ്റിന് പുറത്ത് ആണ് ഇപ്പോൾ SFIക്ക് പ്രതിഷേധിക്കാൻ സാധിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അവിടെ വലിയ കുട്ടികളുടെ ഒരു വലിയ നിര തന്നെ എത്തുകയും ചെയ്തിട്ടുണ്ട്. അവർ